മികച്ച ഭാവിക്ക് മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തിരഞ്ഞെടുക്കണം. വർഷങ്ങളുടെ പാരമ്പര്യം, ഏറ്റവും മികച്ച അക്കാഡമിക്. നിംസിലൂടെ പഠിക്കാം, ഉയരങ്ങളിലേക്ക് പറക്കാം. നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പട്ടാമ്പി, ഒറ്റപ്പാലം, കൊച്ചി. 8714791666. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിലേക്ക് അറവ് മാലിന്യം ഉൾപ്പെടെയുള്ളവ പാടത്തേക്ക് തള്ളുന്നതായി പരാതി. ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി BJP രംഗത്ത്. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിന് സമീപത്തെ പാടത്തേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച മത്സ്യ മാർക്കറ്റിൽ നിന്നുമുള്ള മാലിന്യമാണ് കഴിഞ്ഞ 10 വർഷത്തോളമായി മത്സ്യ മാർക്കറ്റിന് സമീപത്തെ പാടത്തേക്ക് ഒഴുക്കിവിടുന്നതെന്നാണ് ആരോപണം. ഇതുമൂലം പാടത്ത് വലിയ തോതിൽ മലിനജലം കെട്ടിനിൽക്കുകയാണ്. കറുത്ത നിറത്തിൽ പാടത്തിൽ കെട്ടിനിൽക്കുന്ന മലിനജലത്തിൽ നിന്നും രൂക്ഷമായ ദുർഗന്ധവും വമിക്കുന്നുണ്ട്. ഇത് പ്രദേശവാസികളെ വലിയ ദുരിതത്തിലാക്കുന്നുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടവരുത്തുമെന്നാണ് നാട്ടുകാരുടെയും ആശങ്ക. കൃത്യമായ ലൈസൻസ് ഫീയും ടാക്സും വാങ്ങിച്ചുകൊണ്ട് പട്ടാമ്പി നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ മാർക്കറ്റിലെ മലിനജലം യാതൊരുവിധ തരത്തിലുള്ള സംവിധാനവും ഇല്ലാണ്ട് തോട് വഴി പാടത്തേക്ക് ഒഴുക്കിവിടുകയാണ്. ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന പരിസരവാസികളുടെ കിണറുകളിലെ വെള്ളം മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ നടപടി കാരണം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുമാത്രമല്ല, സ്വന്തം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഇവിടുത്തെ ദുർഗന്ധം കാരണം ഇവിടുത്തെ പരിസരവാസികൾ സാധിക്കുന്നില്ല. ഒരു മഴക്കാലമായാൽ പലവിധ രോഗങ്ങൾ കാരണം അവരാകെ ബുദ്ധിമുട്ടുകയാണ്. ഇത്തരത്തിലുള്ള ക്രൂരമായ നഗരസഭയുടെ നടപടി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും. അതിൽ യാതൊരു തർക്കവുമില്ല. ഏത് തരത്തിലുള്ള നടപടിയുമായി പോവാൻ ഇവിടുത്തെ പട്ടാമ്പിയിലെ BJP പ്രവർത്തകർ മുന്നിലുണ്ടാവും. മാർക്കറ്റിന് പിറകിലെ പാടത്താണ് ഇറച്ചിക്കായുള്ള മൃഗങ്ങളെയും അറക്കുന്നത്. ഇതിന്റെ അവശിഷ്ടങ്ങളും സമീപത്ത് തള്ളുന്നുണ്ടെന്നാണ് പരാതി. മഴ പെയ്താൽ സമീപത്തെ തോട്ടിലേക്ക് ഈ മലിനജലം ഒഴുകിയെത്തും. ഇത് പുഴയിലേക്കും സമീപത്തെ വീടുകളിലെ കിണറുകളിലേക്കുമെല്ലാമാണ് ഒഴുകിയെത്തുക. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടവരുത്തുന്നുണ്ടെന്നാണ് ആക്ഷേപം. നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് BJP ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അധികൃതർ ഭാഗത്തു നിന്നും ഇതിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് BJP മേഖലാ ജനറൽ സെക്രട്ടറി P. മനോജ് പറഞ്ഞു. രൂക്ഷമായിട്ടുള്ള ദുർഗന്ധമാണ് ഈ ഭാഗത്തുള്ളത്. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിന്റെ പുറകുവശത്ത് മൃഗങ്ങളെ അറുത്തതിന്റെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഈ മാലിന്യം സംസ്കരിക്കാനുള്ള യാതൊരു നടപടിയും ഇത്ര കാലമായിട്ടും നിരവധി കാലങ്ങളായിട്ട് പട്ടാമ്പിയിലെ ജനങ്ങളും BJPയും ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പട്ടാമ്പി നഗരസഭ ഇതിന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതുവരെയും. ആ മാലിന്യങ്ങൾ ഇപ്പോഴും ഇവിടെ തുറസായ സ്ഥലത്താണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇനിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഏതാണ്ട് 50ഓളം വീടുകൾ ഉണ്ട്. നിരവധി ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ മാലിന്യങ്ങൾ മുഴുവൻ വെള്ളത്തിലൂടെ ഒഴുകി അവിടെ താഴെയുള്ള വീടുകളുടെ കിണറുകളിലേക്കാണ് എത്തുന്നത്. അവിടെ അവരുടെ കുടിവെള്ളത്തിനെ വളരെ ഗുരുതരമായ രീതിയിൽ അത് ബാധിക്കുന്നതാണ്. ആളുകൾക്ക് സ്കിൻ ഡിസീസ് പോലെയുള്ള രോഗങ്ങൾ വരുന്നതാണ്, പകർച്ചവ്യാധികൾ വരുന്നതാണ്. ഇതിനു മുമ്പ് പ്രളയമുണ്ടായ സമയത്തൊക്കെ ഈ മലിനജലം ഒഴുകി എത്തിയിട്ട് അവിടെ വീടുകളിലൊക്കെ ഈ മാലിന്യങ്ങൾ എത്തിച്ചേർന്നതാണ്. അവിടുത്തെ പരിസരവാസികളായിട്ടുള്ള ആളുകളും BJPയുടെ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ചേർന്നിട്ടാണ് അത് വൃത്തിയാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നമാണുള്ളത്. ഇത് മുമ്പ് പറഞ്ഞ സമയത്ത് നഗരസഭ ഇവിടെ ഒരു ക്യാമറ സ്ഥാപിക്കാമെന്ന് പറഞ്ഞതാണ്. അതും ചെയ്തിട്ടില്ല. ഇത് വൃത്തിയാക്കാനോ ഈ മാലിന്യം ശുചീകരിക്കാനോ ഇത് ഒഴിവാക്കാനോ ഉള്ള യാതൊരു നടപടിയുമില്ലാതെ പരസ്യമായിട്ട് മൃഗങ്ങളെ അറവ് ചെയ്ത് അതിന്റെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന നടപടിയാണുള്ളത്. അപ്പൊ ഇതിനെതിരെ ശക്തമായ നടപടി നഗരസഭ സ്വീകരിച്ചില്ലെങ്കിൽ BJP ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കും. നഗരസഭ ഇതിന് മറുപടി പറയേണ്ടതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.